ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ബലഹീനനായ എനിക്കും ദൈവം തന്ന ആരോഗ്യത്തിനായി, ആയുസ്സിനായി, എല്ലാ സാഹചര്യങ്ങൾക്കായും നന്ദിയോടെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഞാനിന്ന് പറയുന്ന മെസ്സേജ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ മെസ്സേജ് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2 ആഴ്ചയ്ക്ക് മുമ്പേ വെളുപ്പിന് ഒരു 5 മണിക്ക് ഞാൻ ഉണർന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇപ്രകാരമാണ്: ഐ നീഡ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് ഓഫ് മൈ ഗ്രേസ് so that I can entrust them with the gifts of God, gifts of the Holy Spirit. ഈ ശബ്ദം വ്യക്തമായി ഞാൻ കേട്ടതാണ്. അടുത്ത ശബ്ദം ഞാൻ കേൾക്കുക. ഈ ഞായറാഴ്ച റാഫേ ചർച്ചിലാണല്ലോ അതിൻ്റെ മെസ്സേജ്. അവിടെയാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്. അവർക്കാണ് ആദ്യം ഈ മെസ്സേജ് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഈ സഭയെക്കുറിച്ച് വലിയ ഒരു ആശയം, വലിയൊരു ആഗ്രഹം. ആ ആഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയത് നിങ്ങളോട് ഒരുമിച്ച് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ആഴമേറിയ സത്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അടിസ്ഥാനമായിട്ട് 2-3 വേദഭാഗങ്ങൾ ഞാനൊന്ന് എനിക്ക് വായിച്ച് സഹായിക്കണം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യം. കൊളോഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 7 to 9. വിശ്വസ്ത ഭൃത്യനുമായ അവിടെ തീക്കോസിനെ കുറിച്ച് 2 അഡ്ജക്റ്റീവ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? വിശ്വസ്ത ശുശ്രൂഷകരും സഹഭൃത്യരും. ഇനി വായിച്ചാട്ടെ. ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അപ്പൻ തന്ന ദൂതൻ പാൽക്കാലം ഞങ്ങളുടെ ജനത്തിന് പകരാൻ ഒരു പുത്തൻ അഭിഷേകം വേണമപ്പ. അങ്ങ് തന്ന ദൂത് വിളമ്പ ഒരു ചാലാക്കി, ജസ്റ്റ് എ ചാനൽ ലോർഡ്, എന്നെ ഉപയോഗിച്ചാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. സകല മഹത്വവും സ്വർഗമെടുക്കണം. ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തണം. പുത്രന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവ് എന്നോട് സംസാരിച്ച വിഷയം ഇതാണ്. കർത്താവിന് ഇന്ന് വിശ്വസ്തരായ ശുശ്രൂഷകന്മാരെ ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? കർത്താവിൻ്റെ വിവിധങ്ങളായുള്ള കൃപാവരങ്ങൾ പരമേൽപ്പിച്ച് അത് വിശ്വസ്തമായി കൈകാര്യം ചെയ്യുന്ന, വിശ്വസ്തമായി ശുശ്രൂഷിക്കുന്ന, കർത്താവിൻ്റെ മഹത്വത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ചില ദാസന്മാരെ അവന് ആവശ്യമുണ്ട്. ഇവിടെ പറയാണ്, 2 പേരെ കുറിച്ച് അവിടെ പറയാണ്, വിശ്വസ്തരായ പ്രിയരുമായവരായ 2 പേര്. സങ്കീർത്തനത്തിൽ നമ്മൾ വാസ്തവത്തിൽ വലിയൊരു ദൈവത്തിന്റെ നിലവിളി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 12-ന്റെ 1 വായിച്ച്. സങ്കീർത്തനങ്ങൾ 12-ന്റെ 1. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഐ നീഡ് സം ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് ടു ഹൂം ഐ ക്യാൻ എൻട്രസ്റ്റ് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപാവരങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുന്ന വിശ്വസ്ത കാര്യവിചാരകന്മാരെ അവന് ആവശ്യമുണ്ട്. ആരാണ് ഒരു കാര്യവിചാരകൻ, ആരാണ് ഒരു സ്റ്റുവേർഡ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരു യജമാനു വേണ്ടി യജമാന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ആഗ്രഹങ്ങൾ അറിഞ്ഞ്, ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് വിശ്വസ്തമായി പ്രവർത്തിക്കുകയും യജമാനൻ അവനെ ഏൽപ്പിക്കുന്ന താലന്തുകളൊക്കെ വിശ്വസ്തമായി കൈകാര്യം ചെയ്ത് യജമാനന് ലാഭമുണ്ടാക്കുന്നവനാണ് ഒരു ഗ്രഹവിചാരകൻ. അബ്രഹാമിന്റെ ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു എലയാസർ ഉണ്ടായിരുന്നു. ആ എലയാസറാണ് തന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഭാര്യ അന്വേഷിച്ച് പോകാനായിട്ട് അബ്രഹാം ചുമതലപ്പെടുത്തുന്നത്. നോക്കണം, വിശ്വസ്തരായ ഗ്രഹവിചാരകന്മാരെ കർത്താവിന് ആവശ്യമുണ്ട്. എന്താണ് വിശ്വസ്തരായ ഗ്രഹവിചാരകന്മാർ എന്ന് പറയുന്നത്? കർത്താവിന്റെ ഹിതം അനുസരിച്ച് അവൻ നമ്മെ ഏൽപ്പിക്കുന്ന താലന്തുകൾ അവന്റെ മഹത്വത്തിനായി, അവിടുത്തെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായി, ആത്മാക്കളുടെ വിടുതലിനായി ഉപയോഗിക്കുന്നവരെയാണ് അവൻ ആവശ്യം. പലപ്പോഴും കർത്താവിനോട് വളരെ വേദനയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ചില കൃപാവരങ്ങൾ ഞാൻ ചിലരെ ഏൽപ്പിച്ചു, പക്ഷേ ആ കൃപാവരങ്ങൾ അവരുടെ കാര്യസാധ്യത്തിനായി, വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്താനായി, പല വലിയ വീടുകൾ പണിത് അതിൽ ഉല്ലാസമായി ജീവിക്കാനായി, വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ കയറി ഭക്ഷണം കഴിച്ച് സുഖിക്കുവാനായി അവരനേകർ ഉപയോഗിക്കുകയാണ്. ഇത് വ്യക്തമായി ദൈവം എന്നോട് സംസാരിച്ചു. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയേ, അനേകം കൃപാവരങ്ങൾ പ്രാപിച്ചവരുണ്ട്. പക്ഷേ ആ കൃപാവരങ്ങൾ രോഗശാന്തിപരവും പ്രവചനപരവും മറ്റുള്ള എല്ലാ വരങ്ങളും തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. റാവൻ ഹിൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ബുക്കുണ്ട്, വൈ റിവൈവൽ ടാരീസ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ബുക്കാണ്. ഇന്ന് ആ ബുക്ക് കിട്ടാൻ പ്രയാസമാണ്. അതിനകത്ത് ലിയോണാർഡ് റാവൻ ഹിൽ പറയാണ്, വൈ റിവൈവൽ ടാരീസ് ബിക്കോസ് ദ സർവൻസ് ഓഫ് ഗോഡ് ആർ ലിവിംഗ് എ ലക്ഷൂറിയസ് ലൈഫ് ഓൺ ദ ടൈറ്റ്സ് ഓഫ് പുവർ പീപ്പിൾ. പാവപ്പെട്ട ജനത്തിന്റെ ദശാംശം വാങ്ങിച്ച് ആ ദശാംശം കൊണ്ട് സുഖിച്ച് പൊളച്ച് ജീവിക്കുന്ന അനേക ദൈവദാസന്മാരുള്ളപ്പോൾ യാതൊരു വിധത്തിലും ഒരു ഉണർവ് നമ്മുടെ മധ്യത്തിൽ സംഭവിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം 1-2 സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് കണ്ട് വാസ്തവത്തിൽ എൻ്റെ ഹൃദയം ഒത്തിരി തകർന്നു പോയി. ആ പശ്ചാത്തലത്തിലാണ് ദൈവം എന്നോട് ഇടപെട്ടത്. ഒരു എറണാകുളത്ത് തന്നെ നടത്തുന്ന ആളുടെ ഒരു സഭ, ആ സഭയിലെ ശുശ്രൂഷകൻ നിന്നോട്ട് വിളിച്ചു പറയുക, ഒരു 20 എഴുതിയിട്ടുണ്ട്, വേറൊരു 20 ഉണ്ട്, അടുത്തത് 60 ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുക, 20 നിങ്ങളെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 20% നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെട്ടിക്കാത്തിടണം. അടുത്ത 20% നിങ്ങൾ സമ്പാദിക്കണം. അടുത്ത 60% നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കണം. എന്നിട്ട് അദ്ദേഹം പിന്നെ അതിനൊരു വിശദീകരണം കൂടെ, അതെനിക്ക് ഭയങ്കര സങ്കടമായി. നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ടോ? 60,000 രൂപ ഇവിടെ കൊണ്ടുവന്നിടണം. എന്തിനാ? അദ്ദേഹത്തിന് സുഖിച്ച് ജീവിക്കാൻ. വേറെ ദൈവദാസന്റെ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടു. അദ്ദേഹം വിളിച്ചു പറയുക, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ഇനോവ ക്രിസ്റ്റ കാറാണ്, അതിന് മൈലേജ് കുറവാണ്, അതുകൊണ്ട് എനിക്കത് മാറ്റി വാങ്ങിക്കണം, ഒരു 40 ലക്ഷം രൂപ വേണം. ഞാൻ ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ നിന്റെ ഇടയങ്ങൾ ആടുകളുണ്ടല്ലോ, ആടുകളോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, എന്തിനാ 45 ലക്ഷത്തിൻ്റെ 40 ലക്ഷത്തിൻ്റെ ഇനോവ കാർ പോരാ, മൈലേജ് കുറവ്, അതുകൊണ്ട് അതിലും വലിയ വാങ്ങിക്കണം. എവിടുന്ന്? പാവപ്പെട്ട ദൈവമക്കളുടെ ദശാംശം വാങ്ങിച്ച്. പ്രിയമുള്ള ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് തേക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം, കൃപാവരങ്ങൾ ദൈവം ഒരു വ്യക്തിയെ ഏൽപ്പിച്ചാൽ ആ കൃപാവരങ്ങൾ ദൈവം റിവോക്ക് ചെയ്യുന്നില്ല. ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസം. ഞാൻ പലപ്പോഴും പലരും ദൈവദാസന്മാരോട് ചോദിച്ചിട്ടു, ഇതെന്താണ്, വൈ ഓൾ ദിസ് ഈസ് ഹാപ്പനിങ്? ദൈവം എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്ത കൃപാവരം റിവോക്ക് ചെയ്യുന്നില്ല? പക്ഷെ നമ്മൾ കാണുന്നവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കറിയത്തില്ല.
ദൈവം ഒരിക്കൽ കൊടുത്ത കൃപാവരം റിവോക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തണം, ദഹിപ്പിക്കുന്ന അഗ്നിയായവന്റെ കണ്ണിന്റെ മുമ്പിലാണ് നമ്മൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഒരു കാലത്ത് ഇവർക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. അന്ന് പക്ഷെ അനുഭവിക്കാൻ സമയമുണ്ടാകത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ആകാതിരിക്കാൻ തക്കവണ്ണം വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് ക്രിസ്തീയ സഭയുടെ, പ്രത്യേകിച്ച് പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തെ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അനേക ദൈവദാസന്മാർ, എത്ര ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരുണ്ടെന്നറിയാമോ? ഭാര്യാപര യോനാച്ചൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് ഞാൻ ബുക്ക് വായിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തോടുകൂടെ പ്രവർത്തിച്ചവർ, കണ്ടിട്ടുള്ളവർ എഴുതിയ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ദേവദാസിനെ കുറിച്ച് പറയുന്നത്, എത്ര വലിയ പൈശാചിക ബാധയുള്ള മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന് അഴിക്കാൻ കഴിയാത്ത ഒരു പൈശാചികമായ ബാധയില്ലായിരുന്നു. ഞാൻ ഈ ഒരു സംഭവം വായിച്ചത്, പത്തനാപുരത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യനെയും കൊണ്ട് അവര് ജീപ്പിൽ വരികയാണ്. ജീപ്പിൽ വരുന്ന കൊട്ടാരക്കര ഏനാത്ത് കഴിഞ്ഞ് പത്തനാപുരത്തിലേക്ക് തിരിഞ്ഞപ്പോ ആ മനുഷ്യനെ അലറി വിളിച്ചു, അയ്യോ, നിങ്ങൾ ഭാര്യാപര യോനാച്ചന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഇത് ഇന്ന് ഈ സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ദൈവം തന്റെ സഭയെ ഉണർത്താൻ ആഗ്രഹിക്കുക, ദൈവജനത്തെ ഉണർത്താൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നോർത്ത് ഇന്ത്യയിൽ വേല നടക്കുന്നത് എങ്ങനെയാ? രോഗികൾ ചൂടപ്പം പോലെ സൗഖ്യം പ്രാപിക്കുന്നു. ഭൂതങ്ങൾ ബാധിച്ചവര് ഭൂതങ്ങളെ വിട്ടുപോകുന്നു, ഭൂതങ്ങളെ അലറി ഓടുന്നു. അതിന്റെ ഫലമായിട്ട് ആരും പൈസ കൊടുക്കാതെ ദൈവജനം അനേകർ ദൈവഭാഗത്തേക്ക് കടന്നു വരിക മാത്രമല്ല, അങ്ങനെ വിടുതൽ പ്രാപിച്ചവർ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും കഠിനമായ പ്രതികൂലങ്ങളുടെ നടുവില് അവർ ഇന്നും കൃപയിൽ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവരെ വിടുവിച്ചവനാൽ ഒരു ദൈവമുണ്ട്. ആർക്കും വേണ്ടാത്തവരായി, ആ സമൂഹത്തിൽ തള്ളപ്പെട്ടവരായി, തകർക്കപ്പെട്ടവരായി നടന്നപ്പോൾ ആരും അവരെ സഹായിക്കാനില്ലായിരുന്നു. എന്നാൽ നസ്രായനായ യേശു അവരെ സൗഖ്യമാക്കിയപ്പോ, നസ്രായനായ യേശു അവരെ വിടുവിച്ചപ്പോൾ ആ യേശുവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, സുവിശേഷത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി എത്രയോ പേര് എന്തുമാത്രം കഷ്ടപ്പെടുകയാണ്. ഈ നാളുകളിൽ ദൈവത്തിന് വ്യത്യാസമുണ്ടോ? ഭാര്യാപര യോനാച്ചന് മാത്രമാണോ ഭൂതങ്ങളുടെ പേരിൽ അധികാരം കൊടുക്കുന്നത്? ആന്നോ? നമുക്കുള്ള അല്ലയോ? ഞാൻ ചോദിക്കുക, ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഇത് നമുക്കുള്ള അല്ലയോ? ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. യാതൊന്നും അവർക്ക് മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ദോഷം വരത്തില്ല. പ്രിയമുള്ളവർ, ഇതൊക്കെ അനേകരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാം. ഞാനൊരു മനുഷ്യരുടെ സാക്ഷ്യം കേട്ടു. ഞാൻ തമിഴ്നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇപ്പോഴും അദ്ദേഹം ഈ അടുത്ത സമയത്ത് മരിച്ചു എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം മൈലുകൾ താണ്ടി ഈ വെള്ളമുണ്ടല്ലോ, ഈ കുടിക്കാൻ വെള്ളമില്ലാഞ്ഞിട്ട് ഈ കുളത്തിലെ കലക്ക വെള്ളം കുടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഒരു ടൈഫോയിഡും വന്നില്ല, ഒരു കോളറയും വന്നില്ല, ഒരു ഗ്യാസ്ട്രോഎൻറ്റൈറ്റിസും വന്നില്ല. അദ്ദേഹം പ്രാർത്ഥിച്ച് കഴിച്ചു. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ അവൻ ചിലരെ വേണം. അവന്റെ വിശ്വസ്തരായി ചിലരെ ഏൽപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് വ്യക്തം, മോനെ, ഞാൻ ചിലർക്ക് കൃപാവരങ്ങൾ കൊടുത്തു, പക്ഷെ അവരുടെ സാധ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക. കർത്താവിന്റെ വലിയ തേങ്ങലാണ് ഞാൻ കേട്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്കൊന്ന് ഉണരാം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതിനൊന്നും ഒരു വ്യത്യാസമില്ല. ആകാശഭൂമി മാറിപ്പോകും, എന്റെ വചനങ്ങൾക്കോ ഒരു വള്ളി മുള്ളിയെങ്കിലും വ്യത്യാസം വരത്തില്ലെന്ന്
മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അതിൽ ഒരു മാറ്റമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവം അത്ഭുത അപ്പോസ്തലന്മാരിൽ കൂടെ ശിഷ്യന്മാരിൽ കൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്ത ദൈവം ഇന്ന് മരിച്ചുപോയോ? ഇന്ന് ജീവിക്കുന്നില്ലേ? ഇന്ന് പ്രവർത്തിക്കുന്നതിന് എന്ത് തടസ്സം? അവന് പ്രവർത്തിക്കാൻ എന്റെയും നിങ്ങളുടെ കരങ്ങൾ ആവശ്യമാണ്. എന്റെയും നിങ്ങളുടെ അവൈലബിലിറ്റി അവന് ആവശ്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസം അവന് പ്രശ്നമല്ല, നമ്മുടെ സമ്പത്ത് അവന് പ്രശ്നമല്ല, നമ്മുടെ കുടുംബശേഷത അവന് പ്രശ്നമല്ല. അവനാകെ വേണ്ടത് ചില വിശ്വസ്തന്മാരെ. ഡോക്ടർ സി വി രാമനെ കുറിച്ച് ഞാൻ ഇപ്രകാരം ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ സി വി രാമനെ എല്ലാവർക്കും അറിയാമല്ലോ. വലിയ നോബൽ സമ്മാനം കിട്ടിയതാണുള്ള മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആരംഭിക്കാനായിട്ട് കുറെ സയന്റിസ്റ്റിനെ അദ്ദേഹം റിക്രൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം അഡ്വർടൈസ് ചെയ്തു. ധാരാളം ചെറുപ്പക്കാര്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള അനേക ചെറുപ്പക്കാർ വന്നു. ഇദ്ദേഹം അവരിൽ നിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് ഓഫ് ദ ലോട്ട് അദ്ദേഹം കുറച്ച് പേരെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എല്ലാവരും പോയി കഴിഞ്ഞ് ഇദ്ദേഹം മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ വളരെ അസ്വസ്ഥനായി ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഡോക്ടർ സി വി രാമൻ ചോദിച്ചു, നിങ്ങൾ വൈ യു ആർ വാണ്ടറിങ് ഹിയർ? ഐ ഹാവ് സെലക്ടഡ് ഓൾറെഡി ദ പീപ്പിൾ ഹൂം ഐ വാണ്ട്. എനിക്ക് ആവശ്യമുള്ളവരെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ വട്ടം കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, സാറേ, എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. സാർ എനിക്ക് TA തന്നപ്പോൾ എലിജിബിൾ TA വന്നവർക്കെല്ലാം എലിജിബിൾ TA കൊടുത്തു, 3rd ക്ലാസ് ട്രെയിൻ ഫെയർ. അപ്പൊ ഇദ്ദേഹത്തിന് 3rd ക്ലാസ് ഫെയർ അനുസരിച്ച് അന്നത്തെ കാലത്ത് 2 രൂപ കിട്ടാൻ വകുപ്പുള്ളൂ. പക്ഷേ 5 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ, എനിക്ക് 2 രൂപയേ ഉള്ളൂ എലിജിബിൾ, 5 രൂപ എനിക്ക് തന്നു, അതുകൊണ്ട് 3 രൂപ മടക്കി തരാനാണ് ഞാൻ നിന്നതെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ആ 3 രൂപ ഡോക്ടർ സി വി രാമന്റെ കയ്യിൽ കൊടുത്തേച്ച് ഒറ്റ ഓട്ടം സി വി രാമൻ പുറകെ ഓടിയെന്നാണ് പറയുന്നത്. ഇത് സംഭവം, വെറും കഥയല്ല. സി വി രാമൻ പുറകെ ഓടി. സി വി രാമൻ പറഞ്ഞു, I will get hundreds and hundreds of best scientists in India, but I will not get a faithful man like you. നിന്നെ പോലെ വിശ്വസ്തനായ ഒരാളിനെ എനിക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് നിന്നെയാണ് എനിക്ക് ആവശ്യം. ആ നിമിഷത്തില് അപ്പോയിന്റ്മെന്റ് ഓർഡർ അയച്ചു കൊടുത്തു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടോപ്പിൽ 2nd ടോപ്പായിട്ട് ആ മനുഷ്യൻ പിന്നീട് റിട്ടയർ ചെയ്തു. ഈ സംഭവമാണ്, നടന്ന സംഭവം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഒരു സയന്റിസ്റ്റിന് വിശ്വസ്തരായ ചിലരെ ആവശ്യമുണ്ടെങ്കിൽ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സകലത്തെ നിർമ്മിച്ചവൻ, തന്റെ ജനത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി താഴത്തോടെ നോക്കിയിരിക്കുന്നവൻ, അവന് വേണ്ടി അത്ഭുതങ്ങളെ വിശ്വസ്തരായ ചിലരെ അവന് ആവശ്യമുണ്ട്. ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് ആൻഡ് സർവൻസ് ഓഫ് ദ മാസ്റ്റർ. യജമാനന്റെ വിശ്വസ്തരായ, യജമാനന് ഏൽപ്പിക്കാൻ പറ്റുന്നവർ അവന് ആവശ്യമുണ്ട്. ദൈവം കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നില്ലേ? കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ചില സംഭവങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് നമ്മുടെ കൂടെ 2 മക്കള് ആരാധിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്തിയല്ലോ. രാഹുലും അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഡോക്ടർ ജോർജ് ഉമ്മൻ, അത് ഒരു സർജനാണ്. ഞങ്ങളെ കണ്ണൂർ ഞാനായിരുന്ന സമയത്ത് അന്നാണ് പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ രാഹുൽ മോൻ്റെ അമ്മ മാവേലിക്കര പോളച്ചിറക്കലയാണ്. അങ്ങനെ പരിചയപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. അദ്ദേഹം പിന്നെ അവിടുന്ന് അങ്ങ് ആദ്യം എവിടെ പോയി? മലേഷ്യ, ഇന്തോനേഷ്യ, മലേഷ്യ. അതായത് മലേഷ്യയിലെ ഒരു ഹോസ്പിറ്റലിൽ, വലിയ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ സർജനായിട്ട് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അന്ന് അദ്ദേഹം ഒരു നോമിനൽ ക്രിസ്ത്യൻ, രക്ഷിക്കപ്പെട്ട് അങ്ങനെ സ്നാനപ്പെട്ട് അങ്ങനെ അനുഭവമൊന്നുമില്ല, നോമിനൽ മർത്തോമക്കാരനായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, ഇദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ
ഞായറാഴ്ചയായപ്പം ഇദ്ദേഹത്തെ വിളിച്ചു, മിസ്റ്റർ ജോർജ്, വൈ ഡോണ്ട് യു കം ഫോർ വർഷിപ്പ് വിത്ത് മീ എന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹത്തിന് ഈ പെന്റിക്കോസ്റ്റൽ വർഷിപ്പിന് പോകാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നിരസിക്കാനും വയ്യ, കാരണം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ്. അപ്പം അദ്ദേഹത്തെ പണക്കണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ പോയി. അങ്ങനെ അവിടെ അദ്ദേഹം വൈഫും കൂടെ അവിടെ പല പ്രാവശ്യം ഇങ്ങനെ പോയി. അതിങ്ങനെ പോയെങ്കിലും പല കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് അപ്രമേയമായിരുന്നു, ഒരു തരത്തിലും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു പേഷ്യൻ്റ് അക്യൂട്ട് ക്യാൻസറാണ്, സ്റ്റൊമക് ക്യാൻസറാണ്. അങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് ഇദ്ദേഹം പരിചയമുണ്ട്, ചർച്ചിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി എക്സാമിൻ ചെയ്ത് കാണിച്ചു, പലരും ട്രീറ്റ് ചെയ്ത് എല്ലാവരും കൈയൊഴിഞ്ഞൊരു കേസാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയാലും ഒന്ന് സർജറി ചെയ്തു തരണം, ഞങ്ങൾക്കൊരു 6 മാസം കൂടെ ഞങ്ങളുടെ ഫാദർ ഒന്ന് ജീവിച്ച് കിട്ടണം, കാരണം മോൻ്റെ കല്യാണം നടന്നിട്ടില്ല, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചോട്ടപ്പോൾ ഒരു 6 മാസത്തേക്ക് ഒന്ന് ലൈഫ് കിട്ടത്തക്കവണ്ണം ഡോക്ടറെ ഞങ്ങൾക്കൊന്ന് പൂർണ്ണ വിശ്വാസമാണ്, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്ത് പറഞ്ഞിട്ടും ഇവർ കേൾക്കാത്തതുകൊണ്ട് അവസാനം സർജറി ചെയ്യാനായിട്ട് തയ്യാറായി. അങ്ങനെ അദ്ദേഹം പറയുന്നത്, ഈ ഡോക്ടർ ജോർജുമ്മൻ്റെ തന്നെ വാക്കുകൾ ഞാൻ എടുക്കുക, രാഹുലിൻ്റെ പിതാ, അതായത് ഇവർ രണ്ടുകൂടെ സാക്ഷികളായിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ സ്തുതിക്കുക. അപ്പം ജോർജുമ്മന് പറയുന്നത് നീണ്ട 8 മണിക്കൂർ നേരത്തെ സർജറിയാണ്. ഡോക്ടേഴ്സിന് അറിയാമല്ലോ, ഇൻഡസ്റ്റൈന് മുഴുവൻ ഈ ക്യാൻസർ ബാധിച്ചതൊക്കെ എടുത്തു കളഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഓൾമോസ്റ്റ് 8 hours എടുത്തെന്ന് പറഞ്ഞു. 8 മണിക്കൂർ കഴിഞ്ഞ് ആകെ ടയർഡായി ഇതെല്ലാം അവസാനം ഈ മോഷൻ പോകാനുള്ള ബാഗ് പുറത്ത് വെച്ച് അത് തുന്നിക്കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നേഴ്സ്, ഇത് അക്യൂട്ടായിട്ട് എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ ശരിയാണോന്നില്ല, പെട്ടെന്ന് നേഴ്സ് മോണിറ്ററിലേക്ക് നോക്കിയിട്ട് ഡോക്ടർ നേരെ കണ്ണ് കാണിച്ചു. ഡോക്ടർ നോക്കുമ്പം പൾസില്ല, BP ഇല്ല, ആകെ ആള് പോയി, പേഷ്യൻ്റ് ഗോൺ. ഡോക്ടർ പറയാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന്, എങ്ങനെയൊക്കെയാ തുന്നിക്കെട്ടിയതുപോലും എനിക്കറിയത്തില്ല, എങ്ങനെയോ ഞാൻ തുന്നിക്കെട്ടി ഞാൻ റൂമിൽ നിന്ന് പുറത്തിയാടി. ഞാൻ റെസ്റ്റ് ചെയ്യുന്ന റൂമിൽ ചെന്നിരുന്നു. അവിടുത്തെ പ്രൊസീജിയർ അനുസരിച്ച് വേറെ ഡോക്ടർ വന്ന് മരിച്ചുപോയെന്നുള്ള സർട്ടിഫൈ ചെയ്യണം. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം വന്നിട്ട് നോക്കിയിട്ട് സർട്ടിഫൈ ചെയ്തു ഡെഡ്. മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി വന്ന് ജോർജുമ്മനോട് പറഞ്ഞു, ഡോക്ടർ ജോർജുമ്മൻ, ഐ എം വെരി സോറി, യുവർ പേഷ്യൻ്റ് ഈസ് നോ മോർ. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് അങ്ങനെ മുറിയിലിരിക്കുക. ഇരുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സിസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ജോർജുമ്മൻ, കം കം കം, സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ, കം. ഈ ഡോക്ടർ ഓടി റൂമിലോട്ട് ചെന്നപ്പോൾ കാണുന്നത് ഈ മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് പറയാ, ഡോക്ടർ, ഐ ഹാവ് സീൻ ജീസസ് ടച്ചിങ് മീ ആൻഡ് ഹീലിംഗ് മീ. കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കുന്ന ഞാൻ കണ്ടു ഡോക്ടറെ. ജോർജുമ്മൻ പറയാ, എൻ്റെ വിശ്വാസത്തിൻ്റെ പഴയ അടിസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുലുങ്ങി. ദൈവം ജീവിക്കുന്നെന്ന് തെളിയിച്ച നിമിഷങ്ങൾ. ആ മനുഷ്യൻ 1.5 വർഷം ജീവിച്ചിരുന്നതിന് ശേഷമാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. രണ്ടാമതൊരു ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവം, അദ്ദേഹത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം മുഖാന്തരമാക്കിയതാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫ്, കുഞ്ഞുങ്ങളെ ഇരുത്തിയാൽ പറയുന്നത് ശരിയല്ല, രാഹുലിൻ്റെ മദർ ക്യാൻസറായിട്ട് പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചതാ, വിടുതൽ കിട്ടിയില്ല, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൂടെ കടന്നുപോയൊരു ദൈവദാസനാണ്. പക്ഷെ ഇന്നും കൃപയിൽ നിൽക്കുന്നു, വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ അനുഭവം, അദ്ദേഹം ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ആ സമയത്ത് വർക്ക് ചെയ്യുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് കംപ്ലീറ്റ് നട്ടലിൽ ഫ്രാക്ചർ ആയതാണ്. ഒരു വിധത്തിലും എഴുന്നേറ്റ് നടക്കത്തില്ല, ഒരു വിധത്തിലും ഹീലാകാൻ സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുകയാണ്.
ഇങ്ങനെ വരാന്തയിലാണ് കൊണ്ടിട്ടേക്കുന്നത്. അപ്പം ജോർജമ്മന് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഈ പേഷ്യൻ്റ് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ ജോർജമ്മൻ, വൈ ഡോണ്ട് യു കം ആൻഡ് പ്ലീസ് പ്രേ ഫോർ മീ. അപ്പോൾ ഇയാൾ ഇത് ഉറക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയാം, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ he was compelling me like anything. Please come doctor, pray for me. ഡോക്ടർ പറയാ, ഞാൻ എന്താ പ്രാർത്ഥിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഓടിക്കളഞ്ഞു. കാരണം സംഭവിക്കുന്ന എന്താണെന്ന് നോക്കി നിൽക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷെ പിറ്റേന്ന് റൗണ്ട്സിന് വന്നപ്പോൾ ആ ബെഡ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഡോക്ടർ ചോദിച്ചു, നേഴ്സിനോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു ദാറ്റ് മാൻ ഹു വാസ് അഡ്മിറ്റഡ് യെസ്റ്റർഡേ? ഷീ സെഡ്, ഡോക്ടർ അറിഞ്ഞില്ലേ, ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്ന് വീട്ടിലോട്ട് പോയി. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കും. ഡോക്ടർ ജേക്കബ് ചെറിയാൻ, നമ്മുടെ ഡോക്ടർ ജേക്കബിൻ്റെ ക്ലാസ്മേറ്റാണ്. അദ്ദേഹത്തിൻ്റെ 2 അനുഭവങ്ങളൂടെ പറയാം. അദ്ദേഹം പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കോവിഡ് ആ സെക്ഷനിൽ അദ്ദേഹത്തിന് ഡ്യൂട്ടി വന്നപ്പോൾ ഇദ്ദേഹം അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സാംസ് 91 ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി ഒരു പേപ്പറിൻ്റെ 2 സൈഡിലായിട്ട് അത് എഴുതിയിട്ട് കീപ്പ് ഇറ്റ് വിത്ത് യു, നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് കാരണം കാത്തലിക് ഹോസ്പിറ്റലാണ്, അവിടെ സുവിശേഷം പറയാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം ഈ പേപ്പർ എഴുതി പാൻറ്റിൻ്റെ കീശയിലിട്ട് അവിടെ ചെന്ന് ഒരു പേഷ്യൻ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ പേഷ്യൻ്റാണ്. കാരണം തല കീഴായിട്ട് ഇങ്ങനെ ഇട്ടേക്കുക, മൂക്കിൽ കൂടെ ഒക്കെ കൊടുത്ത് ഏത് നിമിഷത്തിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാം. ഈ മനുഷ്യൻ്റെ ഈ സങ്കടകരമായ അനുഭവമൊക്കെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡോക്ടർ ജേക്കബ് ചെറിയാനോട് പറഞ്ഞു, ഞാൻ നിന്നോട് എഴുതി വെക്കാൻ പറഞ്ഞൊരു പേപ്പറുണ്ടല്ലോ, അത് ഈ പേഷ്യൻ്റിന് കൊടുക്കാൻ പറഞ്ഞു, വായിക്കണമെന്ന് പറയാൻ പറഞ്ഞു. ഡോക്ടർ വേഗം ആ പേഷ്യൻ്റിന് സങ്കീർത്തനം എഴുതിയ ഭാഗം കൊടുത്തു. നിങ്ങളിത് പല പ്രാവശ്യം പറയാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വേഗം അവിടുന്ന് പോവുകയും ചെയ്യും. അതേസമയം നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം കോവിഡിൻ്റെ സമയം ഭയങ്കര ഒരുപാട് പ്രോട്ടോക്കോൾ. ചുരുക്കം പറയട്ടെ, ആ മനുഷ്യൻ അത് പല പ്രാവശ്യം വായിക്കാനായിട്ട് തുടങ്ങി. 91 സങ്കീർത്തനം എന്തുവാ? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതം, അവനെൻ്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. വേട്ടക്കാരൻ്റെ കടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ നിന്നെ വിട്ടുവിക്കും, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഈ മനുഷ്യൻ പല പ്രാവശ്യം ഇത് വായിക്കാനാണ് തുടങ്ങി. വായിക്കുന്തോറും ഹൈന്ദവനാണ്, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, വിശ്വാസം എന്തെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് പല പ്രാവശ്യം അദ്ദേഹം വായിക്കാൻ തുടങ്ങി. വായിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച മനുഷ്യൻ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു അനുഭവം കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അവിടെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ ചെന്നപ്പം റൂമിൽ ചെന്നപ്പോൾ ആ പേഷ്യൻ്റ് അങ്ങ് ഒത്തിരി കരഞ്ഞ് ഡോക്ടറെ പെസ്റ്റർ ചെയ്തു. ഡോക്ടറെ, എനിക്ക് വയ്യ, ഞാനിങ്ങനെ നടക്കാൻ വയ്യാതെ എന്തിനാണ് ഞാനിങ്ങനെ കിടക്കുന്നത്, എനിക്ക് എന്തെങ്കിലും കുത്തിവെച്ച് എന്നെ ഒന്ന് കൊല്ലാൻ, എനിക്കൊന്ന് കൊന്നു തരാമെങ്കിൽ ഉപകാരം എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഡോക്ടർ പറഞ്ഞു, ഞാൻ ആകെ തകർന്നു. പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറഞ്ഞു, നീ അവളുടെ കൈക്ക് പിടിക്കാൻ പറഞ്ഞു. ഡോക്ടറോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു, ഒപ്പിന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. ആ പേഷ്യൻറ്റിനെ കൈ പിടിച്ചിട്ട് ആ പേഷ്യൻറ്റിനെയും കൊണ്ട് പതുക്കെ പുറത്തോട്ടിറങ്ങാൻ പറഞ്ഞു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നെന്നുള്ള വാക്യം അവളെ കൊണ്ട് പറയിപ്പിക്കാൻ പറഞ്ഞു. നേഴ്സിനോട് പറഞ്ഞു, പുറകിൽ നിന്നോണം, അഥവാ പുറകോട്ട് പോയാൽ സ്ത്രീയാണല്ലോ ഞാൻ കയറി അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് സിസ്റ്റർ പുറകിൽ നിന്നോണമെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ പുറകിലും ഈ ഡോക്ടർ സൈഡിൽ ഈ സ്ത്രീയുടെ കൈ പിടിച്ചുകൊണ്ട് കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിലെ വരാന്തയിൽ കൂടെ നടക്കാൻ തുടങ്ങി. ആദ്യം സ്ത്രീ വേച്ച് പോയി. പക്ഷേ ഡോക്ടർ പിടിച്ചു പറഞ്ഞു, പറയാൻ പറഞ്ഞു.
അസ്ലി പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. ആദ്യമൊക്കെ ഷീ സെഡ് ഇൻ എ വെരി ഫീബിൾ വോയിസ്, വളരെ ശാന്തമായ ഒരു ശബ്ദത്തിൽ സംസാരിച്ചു. അത് കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നെന്ന് ഡോക്ടർക്ക് തന്നെ മനസ്സിലായി. കാരണം അവൾ വളരെ ഉറപ്പോടുകൂടി അത് പറയാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവർ, എന്ത് സംഭവിച്ചെന്നറിഞ്ഞോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു, നിങ്ങളങ്ങ് മാറിക്കോളാൻ പറഞ്ഞു. ഡോക്ടർ പതുക്കെ കൈവിട്ടു. ഈ സ്ത്രീ ആ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. ഇവിടെ കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. ചിലർ പറയും അത്ഭുതം നിന്നുപോയെന്ന്. അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. എന്നും അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ ചില സ്റ്റിവേർഡ്സിനെ അവന് ആവശ്യമുണ്ട്. ചില കാര്യവിചാരകന്മാരെ അവന് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ ഒന്നാണ് അന്യഭാഷാപരവും രോഗശാന്തിപരവും. എന്താ ഈ അന്യഭാഷാപരം? ഇനി ആ ഒരു വിഷയത്തിലേക്ക് ചെറുതായിട്ടൊന്ന് കയറുകയാണ്. അത് അല്പം വിശദമായി സംസാരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്ന് ഞാൻ കയറാനായിട്ട് ആഗ്രഹിക്കാം. എന്താ അന്യഭാഷാപരം? ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിലാണ് ഇത് തുടങ്ങുന്നത്. 12-ാം അധ്യായത്തിൽ തുടങ്ങി അതിനുശേഷം 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എല്ലാറ്റിനും വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ ഏറ്റവും വലുതോ സ്നേഹം തന്നെ എന്ന് 13-ാം അധ്യായത്തിൽ പറയുന്നു. അതുകൊണ്ട് ചില സഭക്കാര് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലുത്. അവിടെ ഭാഷാപരമോ അത് നിന്നുപോകും, അംശമായി മാത്രം നാം ആ ഭാഗങ്ങളൊന്നും എടുത്തു വായിച്ചാട്ട് മലയാളത്തിൽ 13-ാം അധ്യായത്തിൻ്റെ മിഡിലെ പോർഷൻ മുതൽ അങ്ങോട്ട് വായിച്ചാട്ട്. ഫസ്റ്റ് കൊരിന്ത്യൻസ് 13. മലയാളത്തിലൊന്ന് വായിക്കാം പെട്ടെന്ന്. ഞാൻ എൻ്റെ ബൈബിൾ എടുത്തിട്ട് ഞാൻ അതിനകത്തെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനം ഉണ്ടായിട്ട് സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കതായ വിശ്വാസം ഉണ്ടായിരുന്നാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഇനി എന്നിട്ട് താഴോട്ട് വന്നേ. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. അത് മതി പിന്നെ സിസ്റ്റർ അടുത്ത താഴോട്ട് വായിച്ചേ. അവിടെ നിൽക്കണം. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. പിന്നെ ഭാഷാപരമോ അത് നിന്നുപോകും. അടുത്ത ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. ശ്രദ്ധിക്കണേ. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാനിനി കുറച്ചുകൂടെ തെളിച്ചങ്ങ് പറയാം. ബ്രദറുകാര് ഈ ഉപദേശത്തെ കയറി പിടിക്കുന്നു. അവർ പറയും ഭാഷാപരമോ അത് നിന്നുപോകും, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. എന്നിട്ട് അവർ പറയുന്ന എക്സ്പ്ലനേഷൻ എന്തോന്നറിയാമോ? പൂർണ്ണമായത് വരുന്നെന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. നോക്കണം, എന്തൊരു ഇന്റർപ്രിട്ടേഷനാണ്. വചനം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി അന്യഭാഷയും വേണ്ട, പ്രവചനവും വേണ്ട, രോഗശാന്തി വരവും വേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടിക്കോ, വാങ്ങിച്ചോ, വിരോധമൊന്നുമില്ല അവർക്ക്. പക്ഷെ രോഗശാന്തി വരവെന്ന് പറഞ്ഞൊരു വരവില്ല, പ്രവചന വരവെന്ന് പറഞ്ഞൊരു വരവില്ല, അന്യഭാഷ എന്ന് പറഞ്ഞൊരു വരവില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത് 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ പറഞ്ഞ് 13-ാം അധ്യായത്തിൽ സ്നേഹത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ട് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പിന്നെയും തുടങ്ങുക
14-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ ഉറക്കെ. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പി എന്ന് പറഞ്ഞ അർത്ഥം എന്തു? വാഞ്ചിപ്പി എന്ന് പറഞ്ഞാൽ നിന്ന് പോയതിനു വേണ്ടി വാഞ്ചിക്കണം. വാഞ്ചിപ്പി എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് അതിനു വേണ്ടി വാഞ്ച എന്നൊക്കെ പറയുമ്പോൾ ഈ ആഗ്രഹം മാത്രമല്ല അല്ലെ, കുറച്ചൊരു ഡീപ്പർ മീനിങ് അതിനകത്തുണ്ട്. വാഞ്ചിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് അമിതമായ ഒരു ആഗ്രഹം, ആഴമേറിയ ഒരു ആഗ്രഹം. എങ്ങനെ വാക്കെനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. അപ്പൊ വാഞ്ചിക്കുന്നവരായി മാറണം. പ്രവചനപരം വാഞ്ചിപ്പീൻ. അടുത്ത ആ ഭാഗം ശ്രദ്ധിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കും. അടുത്ത അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അവൻ സംസാരിക്കുന്നത് ആർക്കും തിരിച്ചറിയുന്നില്ലല്ലോ. എടാ ഇങ്ങനെ ചോദിച്ചെന്തിന്? ഇവർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, ഇത് നമ്മളിതൊക്കെ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തില് അവർ പറഞ്ഞത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അവർ സംസാരിച്ച ഭാഷ എല്ലാവർക്കും വന്നുകൂടിയ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അന്യഭാഷ പറയുന്നു, ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം ഓർക്കണം, വചനം വ്യക്തമായ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആത്മീയ വർധന വേണമെന്ന് ആവശ്യമുണ്ടോ? യു മസ്റ്റ് ഡിസയർ ഫോർ ദ ഗിഫ്റ്റ്സ് ഓഫ് ടങ്സ്. അന്യഭാഷ വരം കർത്താവിനോട് ചോദിക്കണം. യാചിക്കുന്ന ഏവരും നൽകുമെന്നുള്ള ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് മുഖപക്ഷമുള്ളവനല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ അവകാശമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഇനി എന്താ പരിശുദ്ധാത്മാഭിഷേകം? ദൈവത്തെ ഇവിടെ ക്ലിയറായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു അല്ലേ? അല്ലാതെ പരിശുദ്ധാത്മാവ് ഒഴിച്ച് ബാക്കിയെല്ലാം വന്നെന്ന് പറഞ്ഞാൽ ശരിയാകുമോ തിയോളജി? ഇല്ല. 3 ആളക്കങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞു the Holy Spirit is already in us. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, when the Holy Spirit comes upon you, and that is the anointing of the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മളുടെ മേൽ പകരുന്ന ഒരു അഭിഷേക തൈലമുണ്ട്. ഹല്ലേലൂയ. അതാണ് അന്യഭാഷയും പ്രവചനപരവും രോഗശാന്തി വരങ്ങളൊക്കെ. പിന്നെ വരങ്ങൾ നമ്മൾ വേറെ സത്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാവിനോടാണ് ഉപയോഗിച്ച്. പ്രാവിന് 2 ചിറകുണ്ട്. ഓരോ ചിറകിലും എത്ര വീതം ഫെദേഴ്സ് ഉണ്ടെന്നറിയാം? എന്നോട് ചോദിച്ചില്ല. എത്രയുണ്ട്? പ്രാവിന് എത്ര ഫെദേഴ്സ് ഉണ്ടെന്ന് ഒരു സൈഡിൽ? 9. പരിശുദ്ധാത്മാവിന് ഹോളി സ്പിരിറ്റ് ഹാസ് ഗോട്ട് 9 gifts as well as 9 ഫലങ്ങൾ, ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആത്മാവിന്റെ ഫലമെന്ന് പറഞ്ഞേക്കുന്നത് ഫലങ്ങളല്ല, ഫലമാണ്. സിംഗുലർ അവിടെ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ, ഇനി ആ ബാക്കി ഒന്ന് എടുക്കാം നമുക്ക്. ഗലാത്യർ 5:22-21.
ആത്മാവിന്റെ ഫലമോ, ഫലങ്ങളല്ല, ആത്മാവിന്റെ ഫലമോ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ. ഗലേഷ്യൻസ് 5 മോനെ, ഗലേഷ്യൻസ് 5 5:22 and 23. വായിച്ചോ. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയോ? 9 അല്ലേ? ശരിയാന്നല്ലോ സാർ, ഏതെല്ലാം കള്ളത്തരം പറഞ്ഞില്ലല്ലോ അല്ലേ? 9 ഫലങ്ങളുണ്ട്. ഈ 9 ഫലങ്ങളും നമ്മളെല്ലാവരിലും വേണം, അതിന് വ്യത്യാസമില്ല. പക്ഷേ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇത് എടുക്കാം. 13-ാം അധ്യായത്തെ 14 തന്നെ എടുത്തേ. 14-ാം അധ്യായം ഞാൻ എൻ്റെ ബൈബിളോട് എടുത്തുകൊണ്ട് വരേണ്ടിയായിരുന്നു. അത് ഞാൻ അതിനകത്തെല്ലാം വരച്ചൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് എനിക്ക് എടുത്തു തരാൻ പറ്റുമായിരുന്നു. 14-ാം അധ്യായം എടുത്തേ. വിവിധ വരങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗം എടുത്തേ. വരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരുവന് കിട്ടിയില്ലേ? 12-ലാണ്. 12-ലാണ്. 12 വായിച്ചു മോളെ. 12 എടുത്തേ. കറക്റ്റ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. വായിച്ചോ. കർത്താവ് ഒന്നത്രേ, ഒരുവനത്രേ, ആത്മാവ് ഒരുവൻ ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവനത്രേ. ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വരം. എന്താ ജ്ഞാനത്തിന്റെ വരം? ദ വേർഡ് ഓഫ് നോളജ്. ആത്മാക്കളെ കാണുമ്പോൾ തിരിച്ചറിയാം. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ മക്കളെ കണ്ടാൽ അറിയും? അറിയും. എങ്ങനെ അറിയുന്നു എന്ന് പറഞ്ഞു? You are the right person to say that. The way they speak, yes, the way they speak. Whenever they always say by God's grace. അവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും തിരിച്ചറിയും. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. തിരിച്ചുണ്ടോ? ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ വെള്ള ഷർട്ടൊന്നുമല്ല, സാധാരണ ഷർട്ട് വിട്ട് ഞാൻ ഒരിക്കൽ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിൽ ഈവിൻ്റെ ഒരു ക്യാമ്പിൽ പോകാൻ വേണ്ടി നിൽക്കുക. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ദൈവദാസനാണോ? ഞാൻ പറഞ്ഞു ദൈവദാസനാ. അപ്പം അതേ ഉദ്ദേശിച്ച് ഞാൻ പെന്തിക്കോസ് വിശ്വാസിയാണോ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മർത്തമേലാണ്, ഞാനൊരു ദൈവദാസൻ, രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ ഒരു പരിചയമില്ലാത്തടത്ത് പലരും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, ദൈവദാസനാണ്, രക്ഷിക്കപ്പെട്ടതാണ്, വിശ്വാസിയാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ നമ്മുടെ നെറ്റിവെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്ന് എഴുതി വെക്കണ്ട. എന്താണെന്നറിയാമോ? നീ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നീ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തിയാണോ? നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ദൈവവേദനാണ്. നിന്റെ സംസാരം കേട്ടാൽ അറിയാം നീ ദൈവവേദനാണ്. നിന്റെ വസ്ത്രധാരണം കണ്ടാൽ മറ്റുള്ളവർ തിരിച്ചറിയും ദൈവവേദനാണ്. പ്രിയമുള്ളവരെ, പല വരങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വരങ്ങളാണ്. ആ വരത്തിൽ ഒന്നാണ് അന്യഭാഷ വരം. പക്ഷേ ഈ അന്യഭാഷ വരം ഞാനിതിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരം മാത്രമേ നമ്മുടെ ആത്മീയ വർധനയ്ക്കായിട്ട് ദൈവം തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ആത്മീയ വർധന വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഡു യു നീഡ് സ്പിരിച്വൽ എഡിഫിക്കേഷൻ? ആത്മീയമായി വളരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, കർത്താവിനോട് ഭാഷാപരം ചോദിച്ച് വാങ്ങണം. സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണ്ട. പ്രിയമുള്ളവരെ, അന്യഭാഷാപരത്തിന് പലർക്കും ഉള്ള എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഞാൻ പേരൊന്നും പറയത്തില്ല, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്, പറഞ്ഞ ടോംജിയൊക്കെ പെട്ടെന്ന് റിയലൈസ്. അപ്പോൾ അദ്ദേഹം
ഇതിനോട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ പൊതുവെ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, കിട്ടുമെങ്കിൽ കിട്ടിക്കോ എന്നുള്ളൊരു മൊത്തത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പലർക്കും ഉള്ളത്. അപ്പം ഇദ്ദേഹത്തിന് ഒരു സമയത്ത് ഒരുപാട് ബുക്സ്, കണ്ടമാനം ബുക്സ് വായിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പം ഒരു സമയത്ത് വായിച്ച ബുക്കുകളെല്ലാം ഇതേപോലെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാർ എഴുതിയ ബുക്കാണ്. അപ്പം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാർ എഴുതിയ ബുക്കുകൾ ഇദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നോട് വിളിച്ചു ചോദിച്ചു, ടി വി ചാൻ എന്നെ വിളിക്കുന്നത്, ടി വി ചാൻ ഈ പരിശുദ്ധാത്മാഭിഷേകം ടി വി ചാൻ പ്രാപിച്ചതാണല്ലോ, അപ്പോൾ എങ്ങനെ അത് പ്രാപിക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പേര് പിന്നെ അറിയാതെ എൻ്റെ വാക്ക് വരുന്നു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി, ദൈവം തരും ആത്മാർത്ഥം. അതേ കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരിക്കൽ ചോദിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു? ഞാൻ കുറേ പ്രാർത്ഥിച്ച് കിട്ടിയില്ല, ഞാൻ വേണ്ടാന്ന് വെച്ചു. ഒരുപാട് പേരങ്ങനുണ്ട്. പ്രാർത്ഥനയിൽ നാം പോരാടണം, പ്രാർത്ഥനയിൽ നാം ജാഗരിക്കണം, അതിനായി തന്നെ ജാഗരിക്കണം, അതിനുവേണ്ടി ഉച്ചരിക്കണം. പിന്നെ പലരും വാ തുറക്കത്തില്ല. നിന്റെ വായ്സ്, നാവിനെ സ്വതന്ത്രമായി ദൈവസ്ഥലത്തിൽ വിട്ടുകൊടുക്കണം. ഈ പറഞ്ഞ് അന്യഭാഷ പറയിപ്പിക്കുന്നതിന് ഞാൻ ഡെഡ് അഗൻസ്റ്റാണ്. അന്യഭാഷ പറയുന്ന ചർച്ചയിൽ ചെന്നിരുന്ന് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ അന്യഭാഷ പറയാത്തവൻ അവിടെ വിലയൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ അവരെല്ലാം പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ചു പോകാൻ തുടങ്ങും. അത് ചെയ്യരുത് പ്രിയമുള്ളവരെ. ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ്. ദൈവം മുഖപക്ഷമുള്ളവനല്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്നാനപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന് വളരെ ഡെഡ് അഗൻസ്റ്റ് ആയിട്ടൊരു മനുഷ്യനായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ്, യുവിൻ്റെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് 1967 കോട്ടഗിരി വെച്ചാ. അപ്പം ഞാനും കേരളത്തിൽ ഞാനും ഡോക്ടർ ജോർജ് ചെറിയാൻ മിഷൻസിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നത് അദ്ദേഹം തിരുവല്ല മർത്തോം കോളേജ് പഠിക്കുന്നു, ഞാനൊന്ന് കൊല്ലം കോളേജ് പഠിക്കുകയാണ്. അപ്പം അത് ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പാണ്. ആ ക്യാമ്പിൽ ഞങ്ങൾ രണ്ടുപേരുമാണ് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്ത് പോയി. അവിടെ വെച്ച് ആ ക്യാമ്പിൽ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വെച്ചാണ് എനിക്ക് വലിയൊരു രൂപാന്തരവും മാനസാന്തരവും ഒക്കെ വാസ്തവമായി ഉണ്ടാകും. വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നത് ആ സമയത്താണ്. അപ്പം അവിടെ ഞാൻ ചെന്ന ഒരു ദിവസം രാത്രി ഞാൻ നോക്കുമ്പോൾ ആന്ധ്രക്കാരനൊരു പയ്യൻ, അവനിരുന്ന് കട്ടിലേലിരുന്ന് ഇങ്ങനെ തുള്ളിട്ട് അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അന്യഭാഷ എനിക്കിങ്ങനെ പ്രാർത്ഥന. എനിക്കങ്ങോട്ട് ഞാൻ തുറന്ന് പറയാം, ദൈവം എന്നോട് ക്ഷമിക്കട്ടെ, പിന്നെയും ദൈവം എന്നെ അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞാൽ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ കൃപയല്ലാതെ ഒന്നുമില്ല പ്രിയ ദൈവജനമേ. ഇനി പറയാൻ ഒന്നുമില്ല. ഞാനിതിനെ ഡെഡ് അഗൻസ്റ്റായിരുന്നു. ഞാൻ ആ മനുഷ്യനെ, ആ പയ്യനെ വിളിച്ചിറക്കി, ആ കട്ടിലേന്ന് വിളിച്ചിറക്കി കോട്ടഗിരിയിലെ തണുപ്പത്ത് പുറത്തു കൊണ്ടുവന്ന് നിർത്തി. എനിക്കന്ന് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ ഈ പയ്യനെ പറയാനിനി ഒന്നുമില്ല. ആ പയ്യൻ ഇരുന്ന് കരഞ്ഞു ആ തണുപ്പത്ത രാത്രിയിൽ. അങ്ങനെയുള്ള ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ESI ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ വന്നു, ഡോക്ടർ ബെഞ്ചമിൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ചർച്ചിൽ വന്ന് ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് തൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ ചെറുപ്പക്കാരെയൊക്കെ ക്ഷണിച്ചു. അപ്പം ഞങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി. പോകാൻ നേരത്തെ കുറേ നേരം വർത്തമാനം പറയും, ചായയും എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ ഞങ്ങൾക്ക് അദ്ദേഹം വരുത്തി തരും. അപ്പോൾ അന്നൊക്കെ ഒരു ചായയും കടിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഡോക്ടറാണ്. ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തി ചായയും കാപ്പിയൊക്കെ തരും. അത് വലിയ, കാരണം അന്നത്തെ കാലത്ത് ഡോക്ടേഴ്സിലൊക്കെ നമ്മൾ വലിയൊരു ക്ലാസ് ഓഫ് ദെയർ ഓൺ അല്ലേ, ഇറ്റ്സ് ഓൺ എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു കാലമാണ്. അപ്പം ഞങ്ങൾ കുറേ ചെറുപ്പക്കാരായിരുന്നു. അപ്പം ഞാൻ എന്തോ ഇദ്ദേഹത്തോടങ്ങ് അടുത്ത് കഴിഞ്ഞ് ഒരു ദിവസം പല ദിവസം ഇദ്ദേഹത്തോട് ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് എനിക്കൊരു കാര്യം മനസ്സിലാക്കി, ഈ മനുഷ്യന് പ്രാർത്ഥനയിൽ എന്തോ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പതുക്കെ അടുത്തുകൂടി ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ മനുഷ്യൻ അന്യഭാഷ പറയും. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ എനിക്കങ്ങോട്ട് ഡോക്ടറോട് എതിര് പറയാനും വയ്യ, ദേഷ്യപ്പെടാനും വയ്യ. ഞാൻ ചോദിച്ചു, ഡോക്ടർ അന്യഭാഷയാണെന്ന് പറഞ്ഞു. ആന്ന് മോനി. ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇത് ബന്ധുക്കോസുകാരുടെ അല്ലേ? ഡ്രം അടിച്ച് കൈയടിച്ച് പാട്ടുപാടി
അങ്ങോട്ട് മുറുകുമ്പോൾ വരുന്ന ഹിസ്റ്റീരിയല്ലേ ഈ അന്യഭാഷ എന്നൊക്കെ പറയുന്നത്. ഇത് മർത്തമക്കാർക്കുള്ളതാണോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോനി, ഞാൻ മർത്തമായിലെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ, ആൻറ്റി യാദൃച്ഛികമായി എൻ്റെ ബാബയുടെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയാണ്, ട്രിവാൻഡ്രത്ത് താമസിക്കും, പ്രാർത്ഥന മറിയാമേ എന്നറിയപ്പെടും. അപ്പോൾ അപ്പച്ചന് BWയിലെ ഓഫീസ് സൂപ്രണ്ടായി. അപ്പം ഈ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മോനി, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച സത്യമൊക്കെ മനസ്സിലാക്കിയത്, പക്ഷെ ഞാൻ അഭിഷേകം പ്രാപിച്ചത് ഞാൻ ഫുട്ബോൾ കളിച്ച് കാലൊടിഞ്ഞ് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലിരുന്നപ്പോഴാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചത്. അപ്പം ഞാൻ മേടിച്ചടാ, ഡ്രമ്മടിച്ച് കൈയടിച്ച് കയറുമ്പോൾ ഹിസ്റ്റീരിയ കയറുന്ന ഒന്നല്ല, വെറുതെ ഇരിക്കുമ്പോൾ ഈ അഭിഷേകം കിട്ടുമെങ്കിൽ എന്നാൽ പിന്നെ ഒന്ന് വേണമല്ലോ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് പരിശുദ്ധാത്മാഭിഷേകമുള്ള TPMലും അസംബ്ലീസ് ഓഫ് ഗോഡിലേക്ക് ഉള്ളു. ഞങ്ങളങ്ങ് അവിടെ മർത്തമാലി ഇങ്ങനെ വലിയ അടിസ്ഥാന തൂണുകളായിട്ട് ചർച്ച നിൽക്കുന്ന സമയമാണ്. അപ്പം പരസ്യമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഒളിച്ചും പാത്തും TPMലൊക്കെ കയറി ഇറങ്ങി. അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം പറയും, സാക്ഷ്യം ചോദിക്കും. അത് കഴിയുമ്പോൾ ചോദിക്കും സ്നാനപ്പെട്ടാന്ന്. ഞാൻ പറയും ചെറുപ്പത്തിൽ സ്നാനപ്പെട്ട. അത് പറ്റില്ല. അഭിഷേകം പ്രാപിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, മുഴുകൽ സ്നാനം, വിശ്വാസ സ്നാനം ഏറ്റെടുക്കാതെ പരിശുദ്ധാത്മാഭിഷേകം കിട്ടത്തില്ല. അപ്പം ഞാൻ അവിടുന്ന് ഏജിൽ പോയി. ഏജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇതേ കഥ, ഇതേ പാട്ട്. അപ്പം എനിക്ക് സ്നാനപ്പെടാനും പറ്റത്തില്ല, സഭയിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണം താൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ കെട്ടിയത് റാന്നിയിൽ ഈട്ടിച്ചോട്ടിൽ അച്ഛൻ്റെ മകളെയാണ്. അപ്പം ഈ ശിശുമാമ എന്നെ കണ്ടപ്പോൾ എൻ്റെ ഈ വലിയ ദാഹമൊക്കെ കണ്ടിട്ട് എന്നോട് ശിശുമ പറഞ്ഞു, മോനി, ഞങ്ങളുടെ അമ്മച്ചിയുടെ അടുത്ത് വലിയ കൂട്ടായ്മ നടക്കുന്നുണ്ട്, കരിപ്പുഴ അച്ചാമ്മ അച്ചമ്മയും അങ്ങനെ കുറേ പേര്. നല്ല അന്ന് ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ ഇതൊക്കെ സഭകളിൽ നടന്ന കാര്യമാണ് ഞാനീ പറയുന്ന ഇവിടെയുള്ളവരെ. കരിപ്പൂർ അച്ചാമ്മ കൊച്ചമ്മ, പിന്നെ ഇടിച്ചോളുടെ അച്ഛൻ്റെ കൊച്ചമ്മ, ഇങ്ങനെ ഒരു 3-4 സ്ത്രീകളുണ്ടായിരുന്നു, ഭയങ്കര കൃപാവരത്തിൽ ജ്വലിക്കുന്നവർ. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഇടിച്ചോളുടെ അച്ഛൻ്റെ എൻ്റെ കസിൻ്റെ മദറിലോ അമ്മച്ചിയിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഭൂതം ബാധിച്ചവരൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അമ്മച്ചി വന്ന് യേശുവിൻ്റെ നാമത്തോട് ശാസിക്കുമ്പോൾ തെറിച്ചു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തെറിച്ചു പോകും. എൻ്റെ കണ്ണിൻ്റെ മുമ്പ് ഞാൻ കണ്ട കാര്യം പറയുന്നത്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നതാണ്. ഇന്ന് സഭകൾ ചതിഞ്ഞെന്നും പറഞ്ഞു 4 പാട്ട് പാടി അവസാനമാകുമ്പോൾ, പാട്ടിൻ്റെ അവസാനമാകുമ്പോൾ ആവേശം കൂടുമ്പോൾ 4 അന്യഭാഷയും പറഞ്ഞു എല്ലാവരും തൃപ്തരായി പോവുക. അല്ല, അന്യഭാഷയിൽ ഞാൻ ഒരിക്കൽ തൃശ്ശൂർ ചെന്നപ്പം, ഏതായാലും ഇന്ന് എനിക്ക് സമയവും കിട്ടി, ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്, ആരും സാക്ഷി പറയാനില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയം കിട്ടി. ഞാൻ തൃശ്ശൂർ ഒരു കൂട്ടായ്മയ്ക്ക് യാദൃച്ഛ്യമായി പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഉണ്ട്, അവിടെ പാട്ട് പാടുന്നു. ആദ്യത്തെ 4 വരി മാത്രം സാധാരണ പാട്ട്, പിന്നെ ബാക്കി വരികൾ മുഴുവൻ എൻ്റെ ടോംജി ത്രൂ ഔട്ട് അന്യഭാഷയിൽ, പാസ്റ്ററും കംപ്ലീറ്റ് കോൺഗ്രിഗേഷൻ. ഞാൻ കണ്ടതാണ്, കേട്ടതാണ്, ഞാൻ അനുഭവിച്ചത്. ഞാൻ അന്ന് ആഗ്രഹിച്ചു, ദൈവമേ, ഇതേപോലെ ഒന്ന് ആത്മാവിലൊന്ന് പാടാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, ഈ ആത്മീയ കൃപാവരങ്ങളുടെ ആഴം നമ്മളൊന്ന് അറിയണം. നമുക്കൊക്കെ ഈ രക്ഷയെന്ന് പറയുന്നത് ഈ നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മത്തി വയലൊക്കെയാണ്. പക്ഷേ സമുദ്രത്തിൻ്റെ ആഴത്തിലോട്ട് പോയാൽ എന്തുണ്ട് രജി? വിലയേറിയ മുത്തുകളുണ്ട് അല്ലേ? മുത്തുകൾ, വിലയേറിയ മുത്തുകൾ. ഈ മുത്തെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത് കേട്ടിട്ടുണ്ടോ? കക്ക ഇടയ്ക്ക് ഒളിക്കുമ്പോൾ അതിനകത്ത് കല്ലോ അധികം മണലും ഒക്കെ കയറും. അത് അവിടെ ഇരുന്ന് ഇതിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഈ സാധനത്തെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് കക്കയുടെ ഉള്ളിൽ ദ്രാവകം ഇങ്ങനെ ഫോം ചെയ്യുക. ആ ദ്രാവകം ഫോം ചെയ്ത് അതാണ് വിലയേറിയ മാർബിള് കല്ലുകളായി, ലക്ഷക്കോടിക്കണക്കിന് രൂപ വിലയുള്ള കല്ലുകളായി അത് മാറ്റപ്പെടുക. അവിടെ ഒരു വലിയ ദൂതുണ്ട്. നിന്റെ ജീവിതത്തിൽ ചില കല്ലുകൾ, മണൽത്തരികൾ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് മനോഹരമായ ഒരു വജ്രക്കല്ല് പുറത്തെടുക്കാനാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ കർത്താവിന് വേണ്ടി ഇങ്ങനെ ഈ നാളുകൾ കത്തിജ്വലിക്കാൻ. പണ്ട് കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നോട് പ്രവചിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരിക്കലും മലബാറിൽ പോകുമെന്ന് ചിന്തിച്ച വ്യക്തിയല്ല. ഈ ഡോക്ടർ ബെഞ്ചമിൻ തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എൻ്റെ മോനി, ഞാനൊരു കാഴ്ച കാണുക, ഒറ്റയ്ക്ക് ഒരു വള്ളം തുഴഞ്ഞ് ദീർഘദൂരങ്ങളിലേക്ക് മോനി പോവുക സുവിശേഷമായി. ഞാനന്ന് എനിക്കറിയത്തില്ല, ഞാൻ വടക്കേ അറ്റത്ത് മലബാറിൽ ഒരു കോളേജിൽ ജോലിയുമായി സുവിശേഷ വേലയ്ക്കുമായി പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിലൊരു പാവപ്പെട്ട സ്ത്രീ വന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, മോനെ, എഴുതി വെച്ചോ, നീ സെൻട്രൽ ജയിലുകളിൽ നീ പ്രസംഗിക്കും. അക്ഷരം പ്രതി 73 മുതൽ 71 ഞാൻ ജോയിൻ ചെയ്തത്. 73 മുതൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ എല്ലാ മാസവും സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല സെൻട്രൽ ജയിലിൽ പ്രസംഗിക്കുള്ള തടവുകാരോട് പ്രസംഗിക്കുന്നു. എന്നോട് പ്രവചിച്ച് പറഞ്ഞതാ എൻ്റെ കുഞ്ഞിൽ സമയത്ത്, പഠിക്കുന്ന സമയത്ത്. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഇന്നും നടക്കുന്നുണ്ട്. ഞാൻ ഇതിനെല്ലാം ദൃക്സാക്ഷിയാണ്. ഈ ദൈവം എന്നെ അന്ന് അഭിഷേകം ചെയ്തുകൊണ്ട് ഞാൻ അതുകൂടെ പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനം. വാസ്തവത്തിൽ കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത് നിർത്തിയത് കൊണ്ടാണ് ഞങ്ങൾ തളിപ്പറമ്പിലെ പ്രതികൂലങ്ങളുടെ പുറത്ത് പ്രതികൂലമായിരുന്നു. ഒറ്റ രാത്രി ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് 14 വീടുകളുണ്ട്. കോളേജിലെ ടീച്ചേഴ്സാണ് മിക്കവാറും താമസിക്കും. എല്ലാവരും പൈസ വെച്ചുള്ള ചീട്ടുകളി, പിന്നെ മദ്യപാനം, കൂടെ വ്യഭിചാരവും. പല ബാച്ചിലേഴ്സ് താമസിക്കുന്ന കോളേജിലെ ടീച്ചേഴ്സിൻ്റെ പല ക്വാർട്ടേഴ്സിൽ വ്യഭിചാരം സ്ഥിരം നടക്കുന്ന സ്ഥലമായിരുന്നു. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ പിടിച്ചു നിൽക്കുവാനാക്കി. ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വീട്ടിൽ ജനലിൻ്റെ അവിടെ കൊണ്ടുവന്ന് ടേപ്പ് റെക്കോർഡർ ഭയങ്കര ഉച്ചത്തിൽ വെക്കുമായിരുന്നു. ഒരിക്കൽ സിനിമ പ്രദർശനം, അവിടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ആൾ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ റോള് ഫിലിമൊക്കെ കൊണ്ടുവന്ന്, ഞങ്ങൾ സിനിമ കാണത്തില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നേ കൊണ്ടുവച്ച് ആ മൈക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വെച്ച് രാത്രി മുഴുവൻ സിനിമ നടത്തി. ഒരിക്കൽ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ ഡോറിൽ എഴുതി വെച്ചിട്ടുണ്ട്, കപടഭക്തരെ കല്ലെറിയുക. എന്നെ വളഞ്ഞിട്ട് തല്ലാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നറിയത്തില്ല, സുവിശേഷത്തിന് വേണ്ടി. പക്ഷെ അത് പറഞ്ഞല്ല, കള്ളക്കഥകൾ ഒരുക്കി എന്നെ വളഞ്ഞിട്ട് തല്ലാൻ ഒരു രാത്രി പിടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദേഹത്ത് തൊടാൻ ദൈവം സമ്മതിച്ചില്ല. ഇന്നും ഞാൻ നിൽക്കുന്നത് സുവിശേഷത്തിൻ്റെ അത്ഭുതമാണ്, കർത്താവിനെ അറിഞ്ഞതിൻ്റെ അത്ഭുതമാണ്. അതല്ലാതെ ഒന്നും ഇനി പറയാനില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവേ, നിൻ്റെ കൃപാവരങ്ങളുടെ ഒരു വിശ്വസ്ത, അത് കൃപാവരം എന്ത് വേണമെന്ന് കർത്താവ് തീരുമാനിക്കട്ടെ. പ്രവചന വരമുണ്ട്, രോഗശാന്തി വരമുണ്ട്, ഭാഷകളുടെ വരമുണ്ട്, ജ്ഞാനത്തിൻ്റെ വരമുണ്ട്, പലവിധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ വരമുണ്ട്. ഈ ഗിഫ്റ്റ്സ് ഓഫ് ദ വേർഡ് ഓഫ് നോളജ് ഒക്കെ ഒത്തിരി ഞാൻ ഇവിടെ ഞാൻ കോൺസ്റ്റോൺ ചർച്ചിലായിരുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ, ഞങ്ങൾ ലീഡർഷിപ്പ് ടീമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, മോനെ, ആ മനുഷ്യന് ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയായിരുന്നു, മടങ്ങി വന്നവനാണ്. അവിടെ വളരെ മോശമായിട്ട് ജീവിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിന് പോകാൻ പറ്റുന്നതിന് പരിമിതിയില്ല, അതേപോലെ ജീവിച്ചിട്ട് അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് ഇവിടെ വന്ന ആരാധനയ്ക്ക് വന്ന വ്യക്തിയാണ്.
പക്ഷേ ഇന്നും ആ പാപ സ്വഭാവങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ വളരെ വിഷമിക്കുകയാണ്. ആലോചിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, നീ പോയി ആ വ്യക്തിയെ കാണണം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് പുറത്തെടുക്കണം. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെ കിട്ടത്തില്ല. ഒരു നല്ല ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് പോയി നിങ്ങളെ മോശമായിട്ട് കൽപ്പി ജീവിച്ചേച്ച് വന്നതല്ലയോ, ഇവിടെ വന്ന് ഇതെല്ലാം തുടരുന്നല്ലോ എന്ന് ചോദിച്ചാൽ അടി കിട്ടത്തില്ലേ ജോംജി? അടി കിട്ടത്തില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ വേറെ വല്ലവരും നോക്ക്. ഒരു ഞായറാഴ്ച കഴിഞ്ഞു. രണ്ടാമത്തെ ഞായറാഴ്ച ഞാൻ ആരാധിക്കാൻ നിന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നെ അദ്ദേഹത്തെ തന്നെ മുന്നിൽ നിർത്തുക. എനിക്ക് ആരാധിക്കാനും പറ്റുന്നില്ല. മൂന്നാമത്തെ ഞായറാഴ്ചയായി ബാത്റൂമിൽ കയറിയിട്ട് തമ്പുരാൻ എനിക്ക് സ്വസ്ഥത വരുന്നില്ല. എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ. തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഇന്ന് നീ ആ വ്യക്തിയോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ. അവസാനം ഞാൻ ആ ഫൈലിൻ്റെ അടുത്തോട്ട് എന്നിട്ട് പറഞ്ഞു, മോനെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുക. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പരിശുദ്ധാത്മ എന്നോട് ഇടപെടുക. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാനിത് ഈ പറയുക, ഈ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, സാറേ, പാസ്റ്റർ വല്ലതും പറഞ്ഞിട്ടാണ്? ഞാൻ പറഞ്ഞു, ഒരു പാസ്റ്ററും പറഞ്ഞില്ല, സാറ് വന്നാട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വലിയൊരു കാറിൽ കൊണ്ട് വിളിച്ചിരുത്തി അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനും തുറന്നു വെച്ചു എൻ്റെ മുമ്പിൽ. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഞാനിതൊന്നും എൻ്റെ മഹത്വത്തിനല്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുക. നിങ്ങളുടെ വിശ്വാസം ഉറയ്ക്കാൻ മാത്രം. എന്നെ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമായി സംസാരിക്കാം. ആ മനുഷ്യന് വേണ്ടി തലേ കൈവച്ച് പ്രാർത്ഥിച്ച് ആ മനുഷ്യൻ അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു. ഞാൻ ഏറ്റവും കരഞ്ഞ ഒരു ദിവസമുണ്ട്. ഞാൻ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പാവപ്പെട്ട ഒരു സ്ത്രീ, മുഷിഞ്ഞ, അവിടെ എല്ലാം കോർണർ സ്റ്റോൺ എന്ന് പറയുന്നതെല്ലാം മിക്കവാറും എല്ലാം മോർ ദാൻ 60% ഹൈഫൈ പാർട്ടീസാണ്. എല്ലാം വലിയ വലിയ ആൾക്കാരാണ്, വളരെ കോടീശ്വരന്മാരും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു ചർച്ചാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഉന്നത കുലജാതി വളരെ 20% ഒക്കെ ഉള്ളൂ പാവപ്പെട്ടവരെന്ന് പറയും. അപ്പം ഒരു പാവപ്പെട്ട സ്ത്രീ വളരെ മുഷിഞ്ഞ ഒരു ചൂരിദാറ്, കഴുത്തിലും കാതിലും ഒന്നുമില്ല, അവിടെ പലരും ആഭരണം ഇടുന്നവരാണ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സ്ത്രീയെ കാണിച്ചു. സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, അവൾ ഇന്നാകെ തകർന്നാണ് വന്നേക്കുന്നത്. അവൾ ഒരുപാട് പേരെ സ്നേഹിച്ചു, അവൾക്ക് എങ്ങും സ്നേഹം കിട്ടിയില്ല, ആകെ തകർന്നവളായിട്ടാണ് ഇന്ന് വന്നത്. നീ അവളോട് ഇന്ന് ഞാൻ അവളെ സ്നേഹിക്കുന്നെന്ന് പറയണം. ഒറ്റ കാര്യം, ഞാൻ അവളെ സ്നേഹിക്കുന്നെന്ന് പറയണം. അപ്പോൾ അന്നേരത്തേക്ക് പല കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന എൻ്റെ ധൈര്യമായി. ഞാൻ ആരാധന കഴിഞ്ഞപ്പോൾ അമ്മോളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, മോളെ, എനിക്കിതിനെ അറിയത്തില്ല, ഞാൻ നിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു, ശരിയാണോ എന്ന് ചോദിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കൈക്ക് കയറി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ, ഞാൻ ഇന്നുകൂടെ മാത്രം ആരാധനയ്ക്ക് വന്നിട്ട് ഇനി മേലാൽ ആരാധനയ്ക്ക് വരത്തില്ലെന്ന് തീരുമാനിച്ചു വന്ന വ്യക്തിയാണ്. എന്നെ ഞാൻ ഒരുപാട് പേരെ സ്നേഹിച്ചു, ആരിൽ നിന്നും എനിക്ക് സ്നേഹം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, മോളെ, ആരിൽ നിന്നും നിനക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ നിന്നെ ഒരു പരിചയമില്ലാത്ത എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് നിന്നോട് സംസാരിച്ചെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാ. ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ സ്നേഹം അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ള അവസ്ഥ എനിക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവം കൃപ കാണിച്ചപ്പോൾ ആ വ്യക്തി ദൈവൂർവലേക്ക് വരാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് കർത്താവിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പദ്ധതിയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആമുഖമായി പറഞ്ഞു, ഈ സഭയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന, വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് വ്യക്തമായി ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ്റെ ഇണങ്ങിയായിരമായി അനേകരുടെ ജീവിതത്തിൽ വിടുതൽ ഏറ്റെടുത്ത് നൽകാൻ, അനേക രോഗികൾക്ക് വിശ്വാസത്താൽ കൈവച്ച് രോഗസൗഖ്യം വരുത്തുവാൻ, അനേകരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിലേക്കൊന്ന് കയറി ചെല്ലാൻ വിശ്വസ്തരായിട്ടുള്ള ചില കാര്യവിചാരന്മാർ അവന് വേണം. നമ്മുടെ തലയുടെ വണക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒന്നും നോക്കണ്ട. നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ, നിന്റെ കൃപാവരങ്ങളുടെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനാണ്. A faithful steward of the gifts of the Holy Spirit.
പരിശുദ്ധാത്മാവേ അങ്ങനെ സഹായിച്ചാട്ടെ. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് പറഞ്ഞാൽ ഓരോരുത്തരും ഇതൊരു സമർപ്പണത്തിന് പ്രസംഗം കേട്ട് പോകുന്നവർ നമ്മളെ തന്നെ ചതിച്ചു പോകുന്നവരായിട്ട് മറിച്ച് വചനം നമ്മൾ ക്രിയ ചെയ്യട്ടെ, വചനം നമ്മളോട് ഇടപെടട്ടെ. ഇടപെടുന്ന വചനത്തിന് മുമ്പിൽ നമുക്കൊന്ന് കീഴ്പ്പെടാം, നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം വ്യാപരിക്കുമ്പോ ഉറവായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ്, നീ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കത്തക്കവണ്ണം ഞാനൊരു പോഷനെ പോലെ just a fool for thee. കർത്താവിന് വേണ്ടി ഒരു പോഷനായിരിക്കും. എന്നെ തന്നെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പറയാം. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നേ, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ, കർത്തട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ ഞാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ, കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സർവ്വദേവ